എനിക്ക് വ്യക്തിപരമായിട്ട് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു സംഗതിയോട് വലിയ ഇഷ്ടം ഉണ്ട്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ പറയുന്നതിനിടയിൽ കൂടിയും അതിനൊരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാനത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആളുകൾ ചിരിച്ച് സന്തോഷിക്കുന്നത് എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. ഇപ്പം പല സ്ഥലങ്ങളിലും പിന്നെ ആശുപത്രികളിലടക്കം വിദേശങ്ങളിലൊക്കെ ലാഫ്റ്റർ റൂം എന്ന് പറയുന്ന റൂം ഉണ്ടത്രേ. അത് എന്ന് പറയുന്നത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രീതിയിൽ രോഗങ്ങളുള്ള ക്യാൻസർ വന്നിട്ടുള്ള ആൾക്കാർ വരെയും ഒരാളുടെ ഒരു കഥയുണ്ട്. അയാളൊരു മുറിയെടുത്തു. ഇയാൾക്ക് ഏതായാലും ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു, ഇത്രയും ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മുറി വാടകയ്ക്ക് എടുത്ത് ഇനിയുള്ള ദിവസം അങ്ങ് എൻജോയ് ചെയ്യാൻ തീരുമാനിക്കുക. ഏതായാലും ഇത്രയും ദിവസമേ ഉള്ളൂ. ഇത് കഥയല്ല, നടന്ന സംഭവമായിട്ട് ഞാൻ വായിച്ചതാണ്. അങ്ങനെ ഒരു വലിയ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. വലിയൊരു ഹോട്ടലിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറിയെടുത്തു. അങ്ങനെ ചാപ്ലിന്റേത് അടക്കമുള്ളതും അല്ലാത്തതുമായിട്ടുള്ള സ്റ്റേജിന്റെയും മറ്റുമൊക്കെ ആയിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള ഭയങ്കര സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള കോമഡി സിനിമകളും മറ്റ് സംഗതികളും എല്ലാം ഇയാൾ വാങ്ങിച്ച് സംഘടിപ്പിച്ച് ഈ മുറിയിൽ ഈ ദിവസങ്ങൾ മുഴുവൻ ഇയാൾ ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്തു. ഈ പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് അത്ഭുതമായിട്ട് വീണ്ടും ഡോക്ടറെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ രോഗം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കാതെ തന്നെ ഈ രോഗം കുറഞ്ഞു വരികയാണ് എന്ന് അത്ഭുതകരമായി കണ്ടുപിടിക്കുകയാണ്. ഇപ്പം പലരും പറയുന്നുണ്ട് മ്യൂസിക് തെറാപ്പി. അതുപോലെയുള്ള ഒരു നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു വലിയൊരു രാസപരിണാമം ചിരിക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അത്രയും മാരകമായ രോഗങ്ങൾക്ക് വരെ ചികിത്സയായി ചിരി മാറുന്നുണ്ടെങ്കിൽ ചെറിയ ചിരികൾ നമുക്ക് സാധിക്കുമെങ്കിൽ ആളുകൾക്ക് കൊടുക്കുന്നത് നല്ലതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ചിരിക്കുന്നത്? പിന്നെ ചില ആളുകളൊക്കെ ആർട്ട് സിനിമയുടെ ആൾക്കാരൊക്കെ അങ്ങനത്തെ ചിരി എന്തെങ്കിലും ഉണ്ടായിപ്പോയാൽ ഉടനെ അതിനെ ഒരു ഇമോഷനും പാടില്ല എന്നാണ് പലരും വിചാരിക്കുന്നത്. ആളുകൾക്ക് സങ്കടം വരാൻ പാടില്ല, ആളുകൾക്ക് ചിരി വരാൻ പാടില്ല, ആളുകളുടെ മനസ്സിൽ അശാന്തി ഉണ്ടാക്കുക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു വികാരം മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ട് സിനിമയെ ആ രീതിയിൽ സമീപിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചിരി നല്ല കാര്യമാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ആളുകളെ ചിരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിലെ ഘടകം എന്ന് പറയുന്നത് പ്രധാനമായും മോഹൻലാലിന്റെ കഥാപാത്രം എന്നെ ഇടിച്ചു കയറ്റി സംസാരിക്കുകയും അതിനെതിരെ ഞാൻ സംസാരിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പറയുന്നത് മറ്റേയാൾ അനുസരിക്കുന്ന രീതിയിലുള്ള പാത്രസൃഷ്ടിയാണെങ്കിൽ രസം ജനറേറ്റ് ചെയ്യപ്പെടില്ല. ഈ രസം ഉണ്ടാകുന്നത് ഒരാൾ ഇകഴ്ത്തുകയും മറ്റേയാൾ അതിനെതിരെ പ്രതിഷേധിക്കുകയും ഈ ഒരസൽ ആണ് രസം ജനറേറ്റ് ചെയ്യുന്നത്. രസകരമായി രംഗങ്ങൾ വളർന്ന് മുമ്പോട്ട് പോകുന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. കൊല്ലിനും കൊലയ്ക്കും മടിയില്ലാത്ത കൂട്ടരാ. ഞാനും ഒട്ടും മോശമല്ല. അമ്മ ധൈര്യമായിട്ടിരിക്കണം. സത്യത്തിൽ എന്താ ഉണ്ടായത്? ഈ വീടുകൾ നിൽക്കുന്ന സ്ഥലം മുഴുവൻ സർക്കാരിന്റെയാണത്രേ. കോവൈ വെങ്കടേശ്വരൻ എന്ന് പറയുന്ന ആള് മലയാളിയാ. സർക്കാരിലൊക്കെ അയക്ക് നല്ല പിടിപാടാ. ഈ കാണുന്ന വീടുകളും ചേരികളും എല്ലാം പൊളിച്ചു മാറ്റി ഒരു ആശുപത്രി ഉണ്ടാക്കാൻ സർക്കാർ അയാൾക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണെന്നാ പറയുന്നത്. ഒരു മനസമാധാനം ഇല്ല എന്റെ കുഞ്ഞെ. ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ വേറെ വീട് കെട്ടിത്തരാൻ പറയണം, അല്ലാതെ ഇവിടെ പോവാൻ. ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാനിപ്പോഴേ അറിഞ്ഞത്. നിനക്ക് നേരത്തെ പരിചയമുണ്ടോ? ഞങ്ങൾ ഒരേ കമ്പനിയിലെ സ്റ്റാഫാ. നീ ആര് കൈ അടുപ്പത്തിട്ടാ? ഇത് വിജയൻ, ഞങ്ങളുടെ കമ്പനിയിലെ ഗോഡൌണില് ചുമടെടുക്കുന്നവരാ. ഈ വീടിന് എന്താ വാടക? 200 രൂപ. ഞങ്ങളുടെ വീടിന് 250 ആണ്. 180 അല്ലേ? ആയിരുന്നു.
ഇപ്പൊ കൂട്ടി. ഓ, വീട്ടിലെ വേറെ ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ആ, എന്റെ വീട് തൃശ്ശൂരിനടുത്താണ്. ബികോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഏതുവരെ പഠിച്ചു? അവൾ ഒരുപാട് പഠിച്ചതാ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് അരി എടുത്തിട്ടാണ് പറഞ്ഞത്. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ അറിയിച്ചാ മതി. കൂട്ടുകാരൻ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഏയ്, അടുക്കളയെ കുറച്ച് പണിയുണ്ട്. എനിക്കോ? അല്ല, ഞങ്ങൾക്ക്. വരട്ടെ. ഓ, നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേക്ക്. നീ എന്റെ റൂംമേറ്റാ, മുതലാളിയല്ല. അതാ ഞാനും പറഞ്ഞത്, റൂംമേറ്റാ, മുതലാളിയല്ല. കയറി ഭരിക്കരുത്. അരി കഴുകുക. ആണോ നീ അരി കഴുകാൻ? കഴുകടാ അരി. ഞാൻ ചാപ്ലിന്റെയും ലോറൽ ഹാഡിയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നോർമാൻ വിസ്ഡം അങ്ങനെയൊക്കെയുള്ള വിദേശ സിനിമകളിലുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം പീറ്റർ സെല്ലേഴ്സ് എന്ന് പറയുന്ന ഒരു ആക്ടറുടെ കുറെ സിനിമകൾ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ രീതിയോട് വളരെയധികം ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് സിനിമകളിൽ മെർലിൻ ബ്രാൻഡോ, ആദ്യ കാലഘട്ടങ്ങളിലുള്ള പോൾ മുനി എന്ന് പറയുന്ന ആക്ടറുടെ കുറെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എത്രയോ കാലം മുമ്പ് ഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു എന്നുള്ള കാര്യം ആ സിനിമകൾ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നീട് ഞാൻ തേടി പിടിച്ച് പോൾ മുനിയുടെയൊക്കെ ധാരാളം സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്രേറ്റ് ആക്ടറാണ്. ഗുഡ് എർത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സിനിമയൊക്കെ ഉണ്ട്. പേളസ്ബർഗിന്റെ നോവലായിരുന്നല്ലോ. അപ്പം ഒരു ചൈനീസ് തറവാട്ട് കാരണവരായിട്ടാണ് പോൾ മുനി അഭിനയിക്കുന്നത്. അത് അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹം 6 മാസത്തോളം ചൈനയിൽ പോയി നിന്നിട്ട് അവിടെയുള്ള ആൾക്കാരുടെ ബോഡി ലാംഗ്വേജും അവരെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുകയും അവരുടെ രീതികളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ ആക്ടേഴ്സ് ഇതിനെയൊക്കെ സമീപിച്ചിരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലൊന്നും അതിനൊന്നും യാതൊരു ചാൻസും ഇല്ല. അങ്ങനെ 6 മാസം പോയിട്ട് ഒരു ദിവസം പോലും ഒരു ക്യാരക്ടറിനെ പഠിക്കാൻ ആരും ആവശ്യപ്പെടാറില്ല. എനിക്ക് ഭാര്യയും 2 കുട്ടികളുമാണ്. മൂത്തയാളാണ് വിനീത് ശ്രീനിവാസൻ. അയാളിപ്പം സിനിമകളിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ താഴെയുള്ള ആൾ ഇപ്പോൾ 12th കഴിഞ്ഞു. വിനീത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ട്. പക്ഷെ ആ മേഖലയിലേക്ക് തുടർന്ന് പഠിക്കാനോ ജോലി ചെയ്യാനോ ഉള്ള പരിപാടികളൊന്നും കാണുന്നില്ല. അപ്പോൾ സിനിമ സംവിധാനം ചെയ്യാനാണ് അവൻ ആഗ്രഹം എന്ന് പറയുന്നു. രണ്ടാമത്തെ ആൾ ഇപ്പോൾ 12th കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വിഷയത്തിൽ എഞ്ചിനീയറിംഗിന് തിരുവനന്തപുരത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ ഞങ്ങൾ മദ്രാശിയിലാണ്. ഭാര്യ സ്കൂൾ ടീച്ചറായിരുന്നു. ഈ വർഷം റിസൈൻ ചെയ്തു. കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ലീവിലായിരുന്നു. നാട്ടിലുള്ള സ്കൂളിൽ ജോലിയും മദ്രാശിയിൽ താമസിക്കേണ്ടി വരികയും ചെയ്തപ്പോൾ ലീവ് എടുക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ അതിന് ഇത്രയും 6 വർഷമായിട്ട് ലീവാണ്. അപ്പം ഇനി തിരിച്ചു പോയിട്ട് വീണ്ടും ഈ ജോലിയിൽ ടച്ചൊക്കെ വിട്ടുകയും പറ്റില്ല എന്ന് തോന്നിയിട്ട് ഈ വർഷം റിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പം മദ്രാശിയിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മകന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരുവനന്തപുരത്തായിരിക്കും ഇനി കുറച്ചു കാലം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.